ഒരുപക്ഷെ 10-ലേറെ എന്നോ അല്ലെങ്കിൽ 100ഓളം കുട്ടികൾ ആത്മഹത്യ ഓരോ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ പുറത്ത് റിപ്പോർട്ട് സംഭവിക്കുന്നുണ്ടെന്നാണ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കൊതിയുണ്ടാവുന്നില്ല? അവരെന്തുകൊണ്ട് അതെ. ഈ ചെറിയ പ്രായത്തിൽ ആത്മഹത്യയെക്കുറിച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും അതെ 8 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ തൂങ്ങി മരിച്ചു എന്നുള്ളത് ഇന്നത്തെ ഓക്കെ. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഏത് രീതിയിൽ ആരെയും കബളിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അവർ ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഒക്കെയാണ് ഈ ആത്മഹത്യയിലേക്ക് കുട്ടികളെ ചിന്തിപ്പിക്കാൻ ഇടവരുത്തുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ 70-കളിലെയോ 80-കളിലെയോ എല്ലാ കുട്ടികളല്ല, 90-കളിലും 2000 ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈവൻ 2000-ൽ നിന്ന് പോലും ഇപ്പം ഭയങ്കര മാറ്റമാണ് വന്നിട്ടുള്ളത്. 2025-26 എത്തിയപ്പോഴേക്കും ആണ് ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, മരണത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആധുനിക ലോകം വളരെ വേഗത്തിൽ ചലിക്കുകയാണ്. മത്സരം അതിരൂക്ഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മത്സരത്തോട് കിടപിടിച്ച് നിൽക്കുവാൻ നമ്മുടെ യുവ സമൂഹം പരാജയപ്പെടുകയാണോ? ചോദിക്കുന്നതിന് കാരണമുണ്ട്. എന്തെന്നാൽ സ്കൂൾ തലം മുതൽ IIT വരെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നേട്ടത്തെക്കാളൊക്കെ തന്നെ ഉപരിയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് ആത്മഹത്യകളുടെ വാർത്ത. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 11ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, IIT-യിൽ, അങ്ങനെ പല ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുടെ ആത്മഹത്യ നമ്മെ ആശങ്കപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ യുവജനങ്ങളുടെ അക്രമവാസനയും വലിയ രീതിയിൽ നമ്മെ ആശങ്കാകുലരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഈ സിസ്റ്റത്തിൽ സംഭവിച്ച ഏതെങ്കിലും മാറ്റമാണോ? വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരേണ്ട മാറ്റത്തിലേക്കാണോ ഇത് വിരൽ ചൂണ്ടുന്നത്? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധനും അധ്യാപകനും ഒപ്പം തന്നെ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ചെയർമാനുമായ ശ്രീ ജ്യോതിസ് ചന്ദ്രൻ സാർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ആത്മഹത്യ ഈ ലോകം കണ്ട് കൊതി തീരും മുൻപ് അവർ ആത്മഹത്യ ചെയ്ത് പോവുകയാണ്. പണ്ടും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്, ആത്മഹത്യയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പത്രത്തിൽ കുട്ടികളുടെ ആത്മഹത്യയെ സംബന്ധിച്ച്, അതും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ലിയോ സാർ പറഞ്ഞതുപോലെ തന്നെ മുൻപ് നമ്മളൊക്കെ ഞാൻ പഠിക്കുന്ന ലിയോ സാർ പഠിക്കുന്ന അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ഇതുപോലെ പരീക്ഷ അടുക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം, കൂടുതൽ റിസൾട്ട് വന്നതിന് ശേഷം, 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഡിഗ്രി അപൂർവമായിട്ടൊക്കെ ഡിഗ്രി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിനോടനുബന്ധിച്ച് അപൂർവമായി. പക്ഷേ ഇപ്പോൾ അതല്ല. പറഞ്ഞതുപോലെ തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ വർഷം പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന 10ാം ക്ലാസ്സുകാരും അതുപോലെ തന്നെ 12ാം ക്ലാസ്സുകാരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്ത വായിക്കാത്തതോ അറിയാത്തതുമായ ഒരു ദിവസമില്ല എന്നുള്ളതാണ്. അത് 1-ലേറെ കുട്ടികൾ, ഒരുപക്ഷെ 10-ലേറെ എന്നോ അല്ലെങ്കിൽ 100ഓളം കുട്ടികൾ ആത്മഹത്യ ഓരോ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ആധികാരികമായി പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം മറ്റൊന്ന്, പലപ്പോഴും വാർത്തകൾ ഇപ്പോൾ അങ്ങനെ അധികമായിട്ട് പുറത്തു വരാതിരിക്കുന്നതാണ് നല്ലത്. അതെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പത്രങ്ങളിലാവട്ടെ, മറ്റ് സോഷ്യൽ മീഡിയയിലാവട്ടെ, ചാനലുകളിലാവട്ടെ, ഇവയൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഇതിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകളിലേക്ക് ഞാൻ സ്ഥലങ്ങളിലേക്ക് ഒന്നും പോകാതിരിക്കുന്നത് നല്ലത്. ബിക്കോസ് ഇത് നമ്മൾ തന്നെ സംസാരിക്കുന്നത് ഒരുപക്ഷെ രക്ഷിതാക്കളും പോലെ തന്നെ വിദ്യാർത്ഥികളും കേട്ടേക്കാം. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ എന്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് തോന്നാം. ചോദ്യം വളരെ ശരിയാണ്. എന്തുകൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കൊതിയുണ്ടാവുന്നില്ല? അവരെന്തുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ ആത്മഹത്യയെക്കുറിച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും 8 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ തൂങ്ങി മരിച്ചു എന്നുള്ളത്, സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ അമ്മയുടെ സാരിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്ത്രത്തിലോ തൂങ്ങി മരിച്ചു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് ഈ 2025-ൽ. അപ്പോൾ ഇതൊക്കെ ആ പ്രായത്തിലുള്ള കുട്ടിക്ക് എന്താണ് ആത്മഹത്യ എന്നുപോലും അറിയില്ല. ആത്മഹത്യ എന്നോ സൂയിസൈഡ് എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ മരണം വരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നും അവർക്ക് അറിയില്ല.
അവർക്ക് മരിക്കണമെന്ന് തോന്നുന്നു. ആ തോന്നിപ്പിച്ചൊരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാവരും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടി പോലും ഇങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊരു വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുള്ള നിലയിൽ ഇത്തരം ചോദ്യത്തിനോട് ഉത്തരം നൽകാൻ ആധികാരികമായിട്ട് എനിക്കറിയില്ല. ഞാൻ മനഃശാസ്ത്രജ്ഞനല്ല. പക്ഷേ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്, കുട്ടികളെ യഥാർത്ഥത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം തന്നെ രക്ഷിതാക്കൾ അവരുടെ രക്ഷിതാക്കളുടെ സ്വന്തം സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് കൃത്യമായി എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും എഴുതണം, എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, പരീക്ഷകൾക്ക് ഏറ്റവും ഉന്നതമായ മാർക്ക്, കഴിയുമെങ്കിൽ 100-ന് 100, അഥവാ 10-നാണെങ്കിൽ 10 മാർക്ക്, ഒരു മാർക്കും കുറയാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു മാർക്ക് വാങ്ങുന്നതിലൂടെ അല്ലല്ലോ അവരുടെ ജീവിതം. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിലൂടെയാണ്. മാർക്കും അറിവും രണ്ടും രണ്ടാണ്. ഈ രീതിയിൽ രക്ഷകർത്താക്കൾ ചിന്തിക്കാത്തിടത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊക്കെ അറിയാം, ഈ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുക. ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ MBBS പഠനത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷമാണ് കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങൾ പഠിക്കണം, അതിനൊപ്പം തന്നെയാണ് ഈ വരാൻ പോകുന്ന, അതായത് 12ാം ക്ലാസ്സിന് മുന്നോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പും നടത്തേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു കൊച്ചു കുട്ടിയുടെ വ്യക്തിത്വ വികാസനത്തിന് വേണ്ടിയുള്ള സമയം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയ വിവാദം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു പേടിയോടുകൂടി തന്നെ ഞാൻ സത്യസന്ധമായി പറയട്ടെ. വാസ്തവത്തിൽ കുട്ടികൾ അവരവരുടെ പാഠഭാഗങ്ങൾ സ്കൂളിൽ പോയി അധ്യാപകർ പഠിപ്പിക്കുമ്പം തന്നെ ഇപ്പോഴത്തെ AI ബ്രെയിനുള്ള കുട്ടിക്ക് 5G യുഗത്തിൽ വളർന്ന കുട്ടികൾക്ക് അവർക്കിതെല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് ടീച്ചേഴ്സ് അവരുടെ സ്മാർട്ട് ബോർഡിലൂടെ അല്ലെങ്കിൽ പഴയ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡിലൂടെ തന്നെ ഓരോ പാഠഭാഗങ്ങളും, അത് സയൻസ് ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, സോഷ്യൽ സയൻസ് ആകട്ടെ, ലാംഗ്വേജസ് ആകട്ടെ, ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ ക്ലാസ് റൂമിലിരുന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. അവ പിന്നെ വീട്ടിൽ പോയി പഠിച്ചില്ലെങ്കിൽ പോലും അവർക്ക് പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാനുള്ളതല്ല, കുറച്ചുകൂടെ മികച്ച മാർക്ക് തന്നെ നേടാൻ കഴിയും. പിന്നെ പരീക്ഷ അടുക്കുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്പസമയം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളൊന്നും വേണ്ട കുട്ടികൾക്ക്. വളരെ മിനിമം സമയം അവർക്ക് വീട്ടിൽ പോയിട്ടൊന്ന് മറിച്ച് നോക്കിയാൽ, ബ്രെയിൻ മാപ്പിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അവർക്കിങ്ങനെ ഒന്ന് വായിച്ചു പോയാൽ പെട്ടെന്ന് ഇതെല്ലാം തന്നെ അവരുടെ ബ്രെയിനിൽ ഇതെല്ലാം കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അവർക്കതുകൊണ്ട് തന്നെ പരീക്ഷ എടുക്കുമ്പോൾ ഒന്നുകൊണ്ടൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മികച്ച മാർക്ക് നേടാൻ കഴിയും. ഓക്കെ. ഈ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് രക്ഷിതാക്കൾ തള്ളിവിടാതിരിക്കുക. ഓക്കെ സാർ, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ മാതാപിതാക്കൾ കൂടുതൽ മാർക്കിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. ആ സമ്മർദ്ദം താങ്ങാനാകാതെ കുറേയേറെ കുട്ടികൾ അടിപ്പെട്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഈ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം. അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ വാർത്തകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ചില ഗെയിമുകളിൽപ്പെട്ട് കുട്ടികൾ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ബന്ധങ്ങളിലേക്കും. ഇപ്പോൾ നമുക്ക് കുട്ടികളെ മൊബൈൽ കൊടുക്കാതെ പുറത്തേക്ക് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു എസെൻഷ്യൽ എവിലായി നിൽക്കുകയാണിപ്പോൾ. അത് ഒഴിവാക്കാനും സാധിക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗെയിമിലേക്ക് അവർ പോകുന്നൊരു സംഭവമുണ്ട്. ഇൻ്റർനെറ്റാണ്, തുറന്നു കിടക്കുകയാണ്, ലോകം മൊത്തം അവരുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നുണ്ട്. പല ബന്ധങ്ങളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. ഈ ഒരു സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? തീർച്ചയായും കുട്ടികൾ തീർച്ചയായിട്ടും സ്കൂളുകളിൽ പോലും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മൊബൈലുമായിട്ട് തന്നെയാണ് സ്കൂളിൽ എത്താറുള്ളത്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ കൊടുത്തുവിടാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം കുട്ടി എവിടെ എത്തി, മോനെ ബസ് കിട്ടിയോ, അല്ലെങ്കിൽ ബസ് അവിടെ നിന്ന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ നിരന്തരം വിളിച്ച് അന്വേഷിക്കുന്ന രക്ഷിതാക്കളുടെ സമീപനം കാണാറുണ്ട്. ഇത് കുട്ടികളുടെ കുഴപ്പമാണോ? ഇതൊരു കുട്ടികളുടെ കുഴപ്പമല്ലല്ലോ. കുട്ടികളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇപ്പം കാലം മാറിയതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതും കൂടെ സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയാണ് അതിനെ കാണുന്നത്. വേണ്ട, നമുക്ക് ഇന്നത്തെ കാലത്തെക്കുറിച്ച് തന്നെ പറയാം. ഇന്നത്തെ കാലത്തായിരുന്നാലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്കൂളുകളിൽ പോകാനായിട്ട് സ്കൂൾ ബസ്സുകളാവാം, അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങളാകട്ടെ, എന്ന് തന്നെ ആയിരുന്നാലും കുട്ടികൾ പോവും, സുരക്ഷിതരായിട്ട് തിരികെ വരും എന്ന ഒരു വിശ്വാസക്കുറവ്
രക്ഷിതാക്കൾക്കുണ്ടാകും. സ്വാഭാവികമായിട്ട് സാർ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ 1-2 കുട്ടികളൊക്കെയാണുള്ളത്, ഒട്ടുമിക്കത് ഇപ്പോൾ ഒരു കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര ആദിയാണ്, ഒരു ടെൻഷൻ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായി. എൻ്റെ മോൻ എവിടെ എത്തി, ഏതെങ്കിലും തരത്തിൽ അവൻ ഏതെങ്കിലും ട്രാപ്പിൽ പെടുന്നുണ്ടോ, അവൻ ഈ മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമല്ലേ? അത് കുട്ടികൾ മുതലെടുക്കുന്നു ആ ടെൻഷനെ. ഈ വാസ്തവത്തിൽ കുട്ടികൾ പഴയ കുട്ടികളല്ല. നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലം അല്ല ഇന്നത്തെ കുട്ടിക്കാലം. ഇന്നത്തെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഏത് രീതിയിൽ ആരെയും കബളിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അവർ ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ കാണുന്ന അനിമേഷൻ പിക്ചേഴ്സ് ആകട്ടെ, പല സ്റ്റോറീസ് ആകട്ടെ, പല വിഷ്വൽ മീഡിയാസിലൂടെ കാണുന്നതെന്ന് പലതും അവരെ തന്നെ ട്രെയിൻ ചെയ്തെടുത്ത് അവർക്ക് കൂട്ടുകാരെ എങ്ങനെ പറ്റിക്കാം, അധ്യാപകരെ എങ്ങനെ പറ്റിക്കാം, രക്ഷിതാക്കളെ എങ്ങനെ കൃത്യമായിട്ട് അവരെ നമുക്ക് ഈ മുതലാക്കാം. ഇതെല്ലാം അവർ വളരെ ഗവേഷണത്തോടു കൂടി തന്നെയാണ് അവർ പഠിക്കുന്നത്. ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള പലതും ഡിവൈസസ് കൊടുക്കുന്നു. അവർ പഠിക്കാനായിട്ടാണ്, അവർക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്, ട്യൂഷൻസ് ഉൾപ്പെടെ. ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് പോലും ചിലപ്പോൾ ടീച്ചേഴ്സ് സഹായത്തിന് അഡീഷണൽ ആയിട്ട്, പക്ഷേ ബ്രില്യൻ സ്റ്റുഡൻസിനാവാം അല്ലെങ്കിൽ വീക്ക് സ്റ്റുഡൻസിനാവാം, രണ്ട് സ്ട്രീം ഏത് ലെവലിലുള്ള കുട്ടികൾക്കായാലും അപൂർവമായിട്ട് ചില ടീച്ചേഴ്സൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ പോയതിന് ശേഷവും കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ അവർക്ക് വാട്സാപ്പിലൂടെ അവർക്ക് അതിനുള്ള ആൻസർ കൊടുത്തെന്ന് വരാം, അല്ലെങ്കിൽ മൊബൈലിലൂടെ അവരെ പഠിപ്പിച്ചു എന്നിരിക്കാം. സിൻസിയറായിട്ട് അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും പാരൻസിന് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യവും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുകയും പതിവാണ്. പക്ഷേ ഈ കുട്ടികൾ ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് എപ്പോഴാണോ ഇവർക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ മൈൻഡ് ഇതാകുന്നതെന്നുള്ളത് ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സുമായിട്ട് അവർ എപ്പോഴും ചാറ്റ് ചെയ്യും. നേരത്തെ ഈ പറഞ്ഞ മൊബൈൽ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞു. ഈ മൊബൈൽ ഗെയിംസ് പലതും ഓൺലൈൻ ഗെയിംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ മറ്റ് കൂട്ടുകാരുമായിട്ടാണ് ഈ 2, 4, 6 പേരൊക്കെ ചേർന്നിട്ടുള്ള ഗെയിമാണ്. ആ ഗെയിമിനകത്ത് ബോയ്സുമായിട്ടാവാം, ഗേൾസുമായിട്ടാവാം, ഗേൾസുമായിട്ടും ആവാം. ഇതൊക്കെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഗെയിമാണ്. പക്ഷേ ഇത് പിന്നെ പതിയെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരോ മുതിർന്നവരോ ആരും മനസ്സിലാക്കാതെ ഇവർ വേറെ പല രീതിയിലേക്ക് ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോകാറുണ്ട്. അതൊരു പക്ഷേ പലപ്പോഴും അവരെ ചതിക്കുഴികളിലേക്ക് എത്തിക്കുന്ന മറ്റ് ഇടനിലക്കാരും കൂടി ഇതിനകത്ത് വരാം. അപ്പുറത്ത് ഉള്ളത് ഒരുപക്ഷെ വിദ്യാർത്ഥി തന്നെ ആവണമെന്നില്ല, അധ്യാപകരെ കൂട്ടത്തിലുള്ളവരാവാം, അല്ലെങ്കിൽ വീട്ടിലെ മറ്റേതെങ്കിലും മുതിർന്ന അംഗങ്ങളാവാം. അവരൊരു പക്ഷേ ഇവരുമായിട്ട് പിന്നെ ചാറ്റിംഗ് തുടങ്ങാം. ആ ചാറ്റിങ്ങിലൂടെ അവസാനം യഥാർത്ഥത്തിൽ വീട്ടിലെ ധനം അഥവാ ഈ പറഞ്ഞ സ്വർണവും അല്ലെങ്കിൽ മറ്റ് പലതും ഇങ്ങനെ അവരിൽ നിന്ന് കൈക്കലാക്കുന്ന പല ഇത് നടക്കുന്നുണ്ട്. പോലീസിന് ഒരുപാട് ഇതുപോലുള്ള പരാതികൾ ഒരുപാട് ലഭിക്കാറുണ്ട്. ഒരുപക്ഷെ അത് കൊണ്ടുപോകുന്നത് സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അതാത് ജില്ലകളിലെ അതാത് പട്ടണങ്ങളിലുള്ള കുട്ടികളുടെ കാര്യമായിരിക്കില്ല. അത് പക്ഷേ ജില്ല വിട്ട് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇതിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പാർട്ടായി കയറി വരാറുള്ളത് പലപ്പോഴും കുട്ടികൾ അതുകൊണ്ടാണ് ചതിക്കുഴി എന്ന് തന്നെ പറഞ്ഞത്. അതിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നവരറിയാറില്ല. ഒടുവിൽ അവർ തങ്ങളിൽ പക്ഷേ പ്രണയമാകാം, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തെന്ന് വരാം. ഒടുവിൽ അവർക്ക് ഒരുപാട് സെൻറ്റിമെൻ്റൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് നടന്നു വരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്കും ഒക്കെയാണ് ഈ ആത്മഹത്യയിലേക്ക് കുട്ടികളെ ചിന്തിപ്പിക്കാൻ ഇടവരുത്തുന്നതെന്ന് തോന്നാറുണ്ട്. ബിക്കോസ് അവർക്ക് നോക്കുമ്പോൾ അവർ പലപ്പോഴും ഇങ്ങനെ ചതിക്കപ്പെട്ട പലരെയും ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ കൊല ചെയ്തു. ഇതും കുട്ടികൾ, നമ്മൾ മാത്രമല്ല, കുട്ടികൾ അവർ പത്രം വായിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അവർ പത്രം വായിച്ചില്ലെങ്കിൽ തന്നെയും അവർ അപ്ഡേറ്റ് ആണ്. അവർക്ക് ഓരോ ദിവസവും നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും നല്ലതിനെക്കുറിച്ചും കൂടുതലും ഒരുപക്ഷെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും, ജിജ്ഞാസ ഉണ്ടാവും. അതിലൊക്കെ അവർ യഥാർത്ഥത്തിൽ അപൂർവമായ കുട്ടികളാണ്. പക്ഷേ ഇത് കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടുത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരത്തിൽ പഠനത്തിൻ്റെ സമ്മർദ്ദമുണ്ട്, മൊബൈലിൻ്റെ ദുരുപയോഗമുണ്ട്. മൊബൈലിൻ്റെ ദുരുപയോഗത്തിലൂടെ അവർ ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ടേക്കാം. അതുപോലെ തന്നെ അങ്ങ് സൂചിപ്പിച്ച പോലെ പ്രണയനൈരാശ്യം അല്ലെങ്കിൽ പ്രണയം നടിച്ച് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയേക്കാം. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് കുട്ടികൾ വീണേക്കാം. ഇതിൻ്റെയൊക്കെ തന്നെ പരിണിതഫലമായി അവർ ആത്മഹത്യയിൽ അഭയം
തേടിയേക്കാം. കാരണം അച്ഛനും അമ്മയും അറിയരുത് അല്ലേ? അതെ. ഈ ഏതെങ്കിലും തരത്തിൽ ഗെയിമിൽപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ആരും അറിയാതെ അങ്ങ് പോവുക എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈലായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അതെ. അതിലേക്കാണല്ലോ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ OTP ഒക്കെ വരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അറിയില്ല. അവസാനം ബാലൻസ് നോക്കുമ്പോഴായിരിക്കും ഇത് എവിടെ നിന്ന് പോയി എന്ന് വരുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ എങ്ങനെ ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാം? അതാണ് എൻ്റെ ഒരു വലിയ ആശങ്കയും ഉത്തരം പ്രതീക്ഷിക്കുന്നതും അതിലാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാം എന്നുള്ളത് ഒരു വലിയ ചിന്തയായി നിൽക്കുകയാണ്. എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത്? അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്സിനോട് സംസാരിച്ചിട്ടുണ്ടാകും. ഒരുപാട് എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുന്നതിലുപരി യഥാർത്ഥത്തിൽ അത് സംസാരിക്കാറുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് തന്നെ വളരെ കീനായിട്ട് ഞാനിത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷങ്ങളുടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനോവ്യാപാരവും അതുപോലെ തന്നെ രക്ഷിതാക്കളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റവും ജനറ്റിക്കൽ ചേഞ്ചസ് ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. കാരണം ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ 70കളിലെയോ 80കളിലെയോ എല്ലാ കുട്ടികളല്ല, 90കളിലും 2000 ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇവൻ 2000-ൽ നിന്ന് പോലും ഇപ്പം ഭയങ്കര മാറ്റമാണ് വന്നിട്ട്. 2025-26 എത്തിയപ്പോഴേക്കും ആണ് ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, മരണത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ചതിക്കുഴികളിലും അകപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ കുട്ടികൾ പരസ്പരം തന്നെ കൊല ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയെ, സഹോദരൻ സഹോദരനെ, മകൻ അച്ഛനെ, അച്ഛൻ മകനെ, ഒരു വയസ്സായ മകനെ കൊന്നത് പോലും കേൾക്കുന്നു, അല്ലെങ്കിൽ മകളെ കൊന്നത് പോലും, മകളെ കൊന്നത് പോലും നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫേസ് ക്രീം മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു യുവതി അമ്മയുടെ ഭാര്യയിൽ അടിച്ചു പൊട്ടിച്ചു. അതെ, ഇങ്ങനെയുള്ള പണം കൊടുക്കാത്തതിന് മകൻ അമ്മയെ ആക്രമിച്ചു. അതെ, ഇതെല്ലാം ലഹരിക്ക് കൂടി ഇതിനകത്തൊരു പങ്കുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇങ്ങനെ ദൈനംദിനമായിട്ടുള്ള വാർത്തകളുടെ ഭാഗമായി നമ്മൾ അറിയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് കൂട്ടർക്ക് ഇതിൻ്റെ ഏത് രീതി എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന രണ്ട് കൂട്ടർക്ക് ഒരുപോലെ റോളുണ്ട്. തീർച്ചയായിട്ടും അധ്യാപകർക്കുണ്ട്. ഞാൻ രക്ഷിതാക്കളെ മാറ്റി നിർത്തി അധ്യാപകരെ തന്നെയാണ് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നത്. ബിക്കോസ് രക്ഷിതാക്കളുമായിട്ട് കുട്ടികൾ ചെലവഴിക്കുന്നത് സമയത്തിനേക്കാളും കൂടുതൽ തീർച്ചയായിട്ടും അധ്യാപകരുമായിട്ട് സ്കൂളിൽ കുട്ടികൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അധ്യാപകർ പലപ്പോഴും പോർഷൻ കവറേജിന് വേണ്ടി സിലബസ് പൂർത്തിയാക്കുന്നതിൻ്റെ നെട്ടോട്ടത്തിലായി പോകാറുണ്ട്. അത് അരുത്. ആ ഒരു സമീപനത്തിൽ നിന്ന് തീർച്ചയായിട്ടും അത് വേണ്ടാന്നല്ല, തീർച്ചയായിട്ടും പഠിപ്പിക്കണം. പക്ഷേ പഠിപ്പിക്കുന്നതിന് പുറമേ തീർച്ചയായിട്ടും കുട്ടികളുടെ കൂട്ടത്തിൽ അപൂർവം ചില കുട്ടികൾ, ഇപ്പോൾ ക്ലാസ്സിൽ 30, 35, 40 കുട്ടികൾ, അല്ലെങ്കിൽ 45 ആവട്ടെ കുട്ടികളുണ്ട്. അതിനകത്ത് ഭൂരിഭാഗം കുട്ടികളും വളരെ വളരെ നല്ല ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അഥവാ പഠനം അവർ ഭംഗിയായി നിർവഹിച്ചു പോരുകയും അത് ക്ലാസ്സിൽ വളരെ ഡിസിപ്ലിൻഡായിട്ടും വളരെ ഒബീഡിയൻ്റായിട്ടും വളരെ നല്ല പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്ന പോലെ ആ ഒരു പിയർ ഗ്രൂപ്പ് എന്താ പറയുക, ഒരു റൈവൽറീസും ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരുടെ സ്വന്തം കാര്യം നോക്കുക, പഠിക്കുക, അമ്മയും അച്ഛനുമായിട്ട് നല്ല ബന്ധം പുലർത്തുക, ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം, അങ്ങനെയുള്ളവരായിരിക്കും ഭൂരിഭാഗം. അതല്ലാതെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഓരോ അധ്യാപകർക്കും, ഏത് അധ്യാപകർക്കാണോ ഏത് കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയുന്നത് അതാത് അധ്യാപകർക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെ കുട്ടികളെ പേഴ്സണലായിട്ട് അവരുമായിട്ട് ഒരു നല്ല ബോണ്ടിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നങ്ങൾ, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളെ ഒന്ന് സ്നേഹത്തോടുകൂടി അവരെ ഒന്ന് അഡ്വൈസ് കുട്ടികൾക്ക് ഇഷ്ടമല്ല, പക്ഷേ അഡ്വൈസ് എന്ന് തോന്നാത്ത രീതിയിൽ സംസാരിക്കാൻ, അല്ലാതെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, അതല്ലാതെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പാരൻസുമായിട്ട് ടീച്ചേഴ്സിന് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പാരൻസിനെ പേഴ്സണലായിട്ട് വീട്ടിൽ വരുത്തിയോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ, കുട്ടിയുടെ തെറ്റിനെക്കുറിച്ചല്ല, കുട്ടിയെ പാരൻറ്റിനെ ഒരുപാട് ഭയപ്പെടുന്ന രീതിയിലല്ല, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, നമുക്ക് രണ്ട് കൂട്ടർ കൂടെ സോൾവ് ചെയ്യാമെന്ന് പറയുകയും പാരൻ്റ് അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നിടത്താണ് തീർച്ചയായിട്ടും ഏത് കുട്ടിയെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് 10th കുട്ടിയാവട്ടെ, അത് 10th 7th 6th ഏത് കുട്ടിയെയും. കാരണം കുട്ടികൾ വീടുകളിൽ തന്നെ ഒരുപാട് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് പലപ്പോഴും
അകന്നു പോകുന്നുണ്ട്, അതെ അതെ അതെ, അകന്നു പോകുന്നുണ്ട്. അതൊരു വലിയ വിഷയമാണ് സാർ. ഇപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ എവിടെയും വില്ലൻ സ്മാർട്ട് ഫോൺ എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം ഈ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ തന്നെ ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കാറ്. ഓക്കെ, ഇതുകൊണ്ടൊക്കെ ഒരുപാട് നമുക്ക് ഗുണമുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഇതിൻ്റെ അടിമയായി പോകുന്നത് വലിയൊരു വിഷയമാകാറുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അങ്ങനെ തന്നെ ആയിരിക്കണം. വീട്ടിൽ വന്നാലും നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളോടൊപ്പം ചിലവഴിക്കേണ്ട സമയം അവർക്കൊപ്പം ചിലവഴിക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല. അതൊരു വിഷയമായിട്ട് എനിക്ക് അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സണൽ ബോണ്ടിങ് കുറഞ്ഞു പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെ അത് തന്നെയാണ് വലിയൊരു ഇഷ്യൂ. ഇത് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. ഓരോരുത്തരും 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 വ്യത്യസ്ത മുറികളിലാവാം, 4 കോണിലായിട്ടിരുന്ന് അവരവരുടേതായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങളും ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠന കാര്യങ്ങളും ഒക്കെ ആവാം. പക്ഷേ പലപ്പോഴും സാർ സൂചിപ്പിച്ചതുപോലെ ഇവർ തങ്ങളിലുള്ള നല്ല ഇൻട്രാക്ഷൻസ്, പരസ്പരമുള്ള സ്നേഹ പ്രകടനമോ അവരുടേതായിട്ടുള്ള ആശയവിനിമയമോ ഒന്നും അധികം നടക്കാറില്ല. അത് കുറഞ്ഞു പോകുന്നുണ്ട്. അത് കുറയാതെ നോക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അത് ഒരുപക്ഷെ വീട്ടിൽ അമ്മ മാത്രമാകാം, അച്ഛനുണ്ടാവണമെന്നില്ല. അച്ഛൻ മൊബൈലിലൂടെ വിദേശത്ത് നിന്നായിരിക്കാം കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. അപ്പോഴും രക്ഷിതാക്കൾക്ക് അച്ഛന് പ്രത്യേകിച്ചും പഠിച്ചോ എന്ന് ചോദിക്കാനാണ് അത്യാവശ്യം. അതിന് പകരം അതേ സമയത്ത് അതല്ലാതെയുള്ള മറ്റ് സ്കൂളിലെ രസകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ, വീട്ടിലെ തന്നെ ഒരുപക്ഷെ കൃഷിത്തോട്ടം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവന് ഇഷ്ടപ്പെട്ട അവനൊരു പക്ഷേ കഥ എഴുതുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപാട് നല്ല ഒറേഷ്യസ് റീഡിംഗ് ഉള്ള കുട്ടിയാവാം. അപ്പോൾ എന്താ മോനെ ഏറ്റവും പുതിയതായിട്ട് നീ വായിക്കുന്ന പുസ്തകം? അത് ചോദിച്ചാൽ എത്രമാത്രം സന്തോഷം കുട്ടിക്കുണ്ടാവും. ഇത് അമ്മയും അച്ഛനും മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവനെ ആ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അമ്മയും അച്ഛനും ശ്രമിക്കുന്നുണ്ടാകണമെന്നില്ല. അപ്പോൾ വസ്തുത ഇപ്പോഴത്തെ കുട്ടികൾ, നമ്മളൊക്കെ പറയാറുണ്ട് അവർ പത്രം വായിക്കുന്നില്ല അല്ലെങ്കിൽ പൊതുവെ വായിക്കുന്നില്ല. അങ്ങനെയല്ല. തീർച്ചയായിട്ടും കുട്ടികൾ അവർക്ക് ലൈബ്രറി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും അങ്ങനെ വായനാശീലമുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വാസ്തുവിദ്യ സുധാമൂർത്തിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സുധാമൂർത്തിയുടെ പല പുസ്തകങ്ങളെക്കുറിച്ച് അവർ പറയും, അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറയും. അല്ലെങ്കിൽ വേറെ ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് ചേതൻ ഭഗത്തിനെ കുറിച്ച് അറിയാത്ത കുട്ടികളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം കുട്ടികൾ ചേതൻ ഭഗത്തിൻ്റെ ബുക്കുകൾ വായിക്കുന്നത്. ഓരോ ഏജിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അത് ഇംഗ്ലീഷ് ആവാം, ഇംഗ്ലീഷ് നോവൽസ് ആവാം, ഞാൻ ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മലയാളമാവാം, ഏത് ഭാഷയോ ആവാം, കുട്ടികൾ അങ്ങനെ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരവും കൂടിയാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. അവരെ ഫുൾ ടൈം ഈ അവരുടെ അക്കാഡമിക്സ്, അവരുടെ ഓരോ സബ്ജക്റ്റിനകത്ത് മാത്രം അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ഒരുപാട് പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലൊരു എന്താ പറയുക, അത് മടുപ്പ് തോന്നില്ലേ? അതെ അതെ. എല്ലാ ദിവസവും ചോറ് മാത്രം കഴിച്ചാൽ മടുപ്പ് തോന്നില്ലേ? എല്ലാ ദിവസവും ഒരേ കറി തന്നെ കഴിച്ചാൽ മടുപ്പ് തോന്നില്ലേ? അതുപോലെ എല്ലാ ദിവസവും സയൻസും സാമൂഹ്യ പാഠവും സോഷ്യൽ സയൻസും മാത്സും മാത്രമേ പഠിക്കാൻ പറഞ്ഞാൽ മടുപ്പ് തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വേറെ പലതും വായിക്കാനുണ്ടാവും. അവർക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കഥ എഴുതാനും കവിത എഴുതാനും എസ്സേസ് എഴുതാനും ഒക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനിതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്, സാർ പറയാൻ ശ്രമിക്കുന്നത്, കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം തൻ്റെ മാതാപിതാക്കളിൽ. അവന് ധൈര്യമായി, അല്ലെങ്കിൽ അവൾക്ക് ധൈര്യമായി വന്ന് തൻ്റെ അമ്മയോടോ അച്ഛനോടോ പറയാൻ സാധിക്കണം, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാത, ഈ രീതിയിലുള്ള കരിയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതിലാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്ന് പറയാനുള്ളൊരു ധൈര്യം വേണം. അല്ലെങ്കിൽ അയ്യോ എൻ്റെ അച്ഛന് ഞാൻ ഡോക്ടറാകണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, എങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കും എന്ന് കരുതിക്കൊണ്ട് അച്ഛൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. ഇങ്ങനെ പഠിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം അവരെ കൂടുതൽ പ്രഷറിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായും അല്ലേ? ഉറപ്പായും പലപ്പോഴും യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് അവർ പലതും അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടോ 12ാം ക്ലാസ്സിൽ ആയ കുട്ടികളെടുത്തോ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മോളെടുത്ത് ഡോക്ടറാവണമെന്ന് പറയാറേ ഇല്ല. അവനിഷ്ടമുള്ളതാകട്ടെ, അല്ലെങ്കിൽ അവളിഷ്ടമുള്ളത് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. തികച്ചും അത് ശരിയുമാണ്. ഓക്കെ. അപ്പോൾ ചെറിയ പ്രായം മുതൽ അതിങ്ങനെ ട്യൂൺ ചെയ്യപ്പെടുകയാണ്. പക്ഷേ അവൻ്റെ രക്ഷിതാക്കൾക്ക് മാത്രമല്ല സമൂഹത്തിന് കൂടി പങ്കുണ്ട്. കാരണം നമ്മുടെ സമൂഹം വളരെ കാലങ്ങളായിട്ട് നമുക്കിവിടെ 2 പ്രൊഫഷനേ ഉള്ളൂ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുട്ടികളിലേക്ക് അറിയാതെ സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ കുട്ടികൾ അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവും. അതുകൊണ്ടാണ് പലപ്പോഴും ഉദാഹരണത്തിൽ അവർക്ക് ബയോളജിയോട് ഒരു താല്പര്യമില്ലാത്ത കുട്ടി പോലും ഡോക്ടറാക്കാൻ രക്ഷിതാക്കൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. 10ാം ക്ലാസ് വരെ
പഠിക്കുന്ന സയൻസ് സബ്ജക്റ്റിനകത്ത് ഉൾപ്പെടുന്ന ബയോളജിയുടെ ഇതല്ല, ടെക്നിക്കൽ ടേംസ് അല്ല, ഏറ്റവും അധികം ഇത് പഠിക്കാൻ പ്രയാസമേറിയ സബ്ജക്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രിയോ ഫിസിക്സോ അല്ല, ബയോളജിയാണെന്ന് 11ലും 12ലും പഠിക്കുന്ന കുട്ടികൾ പറയാറുണ്ട്. ഓക്കെ. കുട്ടികൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് രക്ഷകർത്താക്കൾ അറിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം കുട്ടിക്ക് ബയോളജിയോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ മറ്റൊന്ന് മാത്സിനോട് ഇഷ്ടമില്ല. മാത്തമാറ്റിക്സിൽ വളരെ പുറകിലായിരിക്കാം കുട്ടി. ആ പുറകിലാകുന്ന കുട്ടിയെ എഞ്ചിനീയർ ആക്കണമെന്നുള്ളൊരു പ്രഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇതിന് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വിഷയങ്ങളിലേക്ക് കോഴ്സിലേക്ക് പോകാനോ അവർക്ക് യഥാർത്ഥത്തിൽ വേറെ എന്തെല്ലാം പ്രൊഫഷൻ ഇപ്പോഴുണ്ട്. നമ്മൾ ഡൈവേഴ്സിഫൈഡുള്ള സ്കിൽ ബേസ്ഡ് സബ്ജക്ട്സ് നമ്മളിങ്ങനെ ലോകത്തിനേക്കാളും വേഗതയിൽ നമ്മുടെ രാജ്യം വളരുകയാണ്. അതിനോടൊപ്പം കേരളവും തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം 1ാം സ്ഥാനത്ത് തന്നെയാണ് ഈ പറഞ്ഞ തൊഴിൽ മേഖലകളിലേക്ക്. ഇവിടെ ജോലി ഇല്ലെങ്കിലും മറ്റെവിടെയും ജോലിയുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മറ്റ് ജില്ലകൾ, മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, മറ്റ് രാജ്യങ്ങളിലുണ്ട്. ഇതൊക്കെ കൃത്യമായി കുട്ടികൾ മൊബൈൽ അവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് പുതിയ പുതിയ മേഖലകൾ, തൊഴിൽ മേഖലകൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു അതിന് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരു സംവിധാനം കൂടി ഒരുക്കേണ്ടിയിരിക്കുന്നു തോന്നുന്നു. എല്ലാ കുട്ടികൾക്കും മക്കളെ നിങ്ങൾക്ക് ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് മാത്രമല്ല, ഇത്രയേറെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറേയേറെ കരിയർ വഴികളുണ്ട് നിങ്ങൾക്ക് മുന്നിൽ, കരിയേഴ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അതൊക്കെ ഇതാണ്. ഈ സബ്ജക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്രയേറെ സംഭവങ്ങളിലേക്കുണ്ട്. ഡോക്ടർ മാത്രമല്ല, എഞ്ചിനീയർ മാത്രമല്ല. അപ്പോൾ അത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, മാതാപിതാക്കളെ പ്രൈമറിലി മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ അധ്യാപകരെയും, ചില അധ്യാപകരൊക്കെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സയൻസും മാത്സും പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ കരിയർ രക്ഷപ്പെടുകയുള്ളൂ, കൂടുതൽ ഓപ്ഷൻസ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ നിരവധി പേര് എനിക്കറിയാം. അപ്പോൾ ഇത് അല്ല, നമ്മുടെ കുട്ടികളുടെ കഴിവിനനുസരിച്ച് വേണം അവരെ വിടേണ്ടത്. ആ കഴിവ് എന്തൊക്കെയാണെന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കണം. അതുപോലെ തന്നെ ഇത്രയേറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. അങ്ങ് പറഞ്ഞതുപോലെ IT പാർക്ക് മാത്രമല്ല, ടെക്നോ പാർക്ക് മാത്രമല്ല, നമുക്കിപ്പോൾ വിഴിഞ്ഞവും ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഒട്ടേറെ സാധ്യതകളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടി എനിക്ക് അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഡോക്ടർ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇതാണ് ഏറ്റവും ഒരു എലൈറ്റ് ആയിട്ടുള്ള കരിയർ ആയിട്ട് കാണുന്നത്. മറ്റു പാതകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നവർ അതാണോ പഠിക്കുന്നത്, എന്തുകൊണ്ട് സയൻസ് എടുത്തില്ല എന്ന മനോഭാവം മാറാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ഉപദേശം അല്ലെങ്കിൽ ഈ ഒരു അറിവ് അവരിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും എത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ അത് നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് പാരൻസിനെയാണ്. ഒപ്പം സാർ ഇടയ്ക്ക് സൂചിപ്പിച്ചത് ടീച്ചേഴ്സിനും ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ടീച്ചേഴ്സും പാരൻസും എന്ന് പറയുന്നത് രണ്ടും ഒരു വിഭാഗം തന്നെയാണ്. രണ്ടുപേരുടെ ഏജ് ഗ്രൂപ്പിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഈ കൺവെൻഷണൽ, പരമ്പരാഗതമായിട്ടുള്ള അതേ രീതിയിൽ, അതേ പാതയിലൂടെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ആ പാതയിലേ വരാൻ തയ്യാറല്ല. ആ പാതയിലേക്ക് അവർ വരാനേ അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് യഥാർത്ഥത്തിൽ വേറെ മേഖലകളുണ്ട്. മറ്റൊന്ന്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ വ്യക്തമായ ബോധ്യമുണ്ട്, ഡോക്ടറായാൽ 4 അക്ക ശമ്പളം, 5 അക്ക ശമ്പളം, 6 അക്ക ശമ്പളം ഇതൊന്നും കിട്ടില്ല. എഞ്ചിനീയർ ആയാലും കിട്ടില്ല. അതേസമയം മറ്റ് പല മേഖലകളെന്ന് പറയുന്നത് 5, 6, 7 അക്കം ശമ്പളം പോലും കിട്ടാം. പെർ ആനം ഇത്ര കോടി എന്നാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ, ഇപ്പോഴത്തെ ഓഫർ, ഇപ്പോഴത്തെ ഡിമാൻഡുകൾ. ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ, ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ അവർ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വരുന്ന ഓഫർ എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഭയങ്കര അഭിമാനപൂർവ്വം പറയാറുണ്ട്, അവർക്ക് പെർ ആനം 1.5 crores അല്ലെങ്കിൽ 25 crores ഇങ്ങനെ പറഞ്ഞ് ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. ഏതെങ്കിലും ഡോക്ടേഴ്സിന് ഇതുപോലൊരു ഓഫർ അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയേഴ്സിന് കിട്ടിക്കൂടായികയില്ല, കിട്ടാറുണ്ടാകാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഡോക്ടേഴ്സ്, അത് MBBS MD എടുത്തവരാകട്ടെ അല്ലെങ്കിൽ BDS മറ്റ് മേഖലകളാകട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാ തൊഴിലും അതിൻ്റേതായ അന്തസ്സുള്ളതാണ്. നമുക്ക് ഡോക്ടേഴ്സിന് ആവശ്യവുമുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള ജീനുള്ള വളരെ വളരെ മിടുക്കരായിട്ടുള്ള ഈ പറഞ്ഞ ബയോളജി ഉൾപ്പെടുന്ന സബ്ജക്റ്റിനോട് താല്പര്യമുള്ള ഒരു ഭാവിയിലെ ഒരു നല്ല പേര് എടുത്ത ഭിഷഗ്വരനായിട്ട് നമുക്ക് അച്ഛനും അമ്മയ്ക്കും മകൻ്റെ ചികിത്സിക്കാൻ പോകാമെന്നൊരു ധൈര്യം തോന്നണം. പക്ഷേ പലപ്പോഴും യഥാർത്ഥത്തിൽ സ്വന്തം പഠിപ്പിച്ചാലും സ്വന്തം മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ മകളുടെ അടുത്ത് ചികിത്സിക്കാൻ പോകാൻ ഭയമുള്ള അച്ഛനമ്മമാരാണ് ഇന്ന് നാട്ടിലുള്ളത്. കാരണം അവരിപ്പോഴും പോകുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പേരുകൾ നമുക്ക് ഒരുപാടുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് അധികം സമ്മർദ്ദം കൊടുക്കരുത്, അവരുടെ പാത തിരഞ്ഞെടുക്കാൻ അവർക്ക് കൂടി അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ പാതകളുണ്ട്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ IAS IPS ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒട്ടേറെ പാതകളുണ്ട്. നമുക്ക് ഓണ്ടർപ്രണേഴ്സ് ആകാം, സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് മാതാപിതാക്കളിലേക്ക് കൂടി കൊണ്ടുവരണമെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ 100% യോജിക്കുന്നു, ഞാനും അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നോക്കി വളർത്തി പൊന്നെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി കുറേയേറെ ഗ്രൂപ്പുകളുണ്ട്. അവർ ക്രിമിനൽ സംഘങ്ങളാണ്, അവർ സംഘടിതരാണ്, അവർക്ക് വലിയ ബാക്കപ്പ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സിസ്റ്റം കൂടി ഇവിടെയുണ്ട്. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയല്ലേ? അധികാരികൾ കുറേ കൂടി വിജിലൻ്റ് ആകേണ്ടതല്ലേ? സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അവർ നടപടിയെടുക്കേണ്ടത് തന്നെയല്ലേ? ഇങ്ങനൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. വാസ്തവത്തിൽ ഈ പറഞ്ഞ നമ്മളെ ഉദ്ദേശിച്ച അധികാരത്തിലിരിക്കുന്നവരുടെ മക്കൾ പോലും ഇതിനകത്ത് അകപ്പെടുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിനോടകം തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്കൊരുപാട് പേരുകൾ അറിയാമെങ്കിലും ഇവിടെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നില്ല. ഒരുപാട് ഉന്നത നിലകളിൽ ഇരിക്കുന്ന, അത് സെലിബ്രിറ്റീസ് ആകുന്ന ഫീൽഡിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് പോലീസ് മേഖലകളിലാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ IAS റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് മേഖലകളുടെ തലപ്പത്തിരിക്കുന്ന അവരുടെ ഒക്കെ മക്കളിലും ഒരുപാട് പേരുടെ മക്കളും ഇതുപോലെ പലതരത്തിൽ അകപ്പെടുകയും അവർ ഒരുപക്ഷെ ഇന്ന് ഭൂമുഖത്തില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആരെയും കുറ്റം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് ഒക്കെ തന്നെ മക്കളോട് അവർക്ക് സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടും മക്കൾ എവിടോട്ടാണ് എവിടെ നിന്ന് ഏത് ഒരു മൊമെൻ്റ് ഉണ്ടാവും ഇതിന് ഡൈവേർട്ട്. ആ മൊമെൻ്റ് തീർച്ചയായിട്ടും കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അപ്പോൾ മകൻ കുറേ ദിവസങ്ങളായിട്ട് അച്ഛനോട് സംസാരിക്കാതെ കുറച്ചൊരു മാറി നടക്കുന്നു, അല്ലെങ്കിൽ അമ്മയോട് പോലും അധികം അടുപ്പമില്ലാതെ വേറെ പലതിലോട്ടും അവൻ പഠിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ ഈ കുട്ടിക്ക് മിടുക്കരാകാറുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും എല്ലാ ദിവസവും അല്പസമയമെങ്കിലും അവരുമായിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഈ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസിൽ അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അമ്മ എനിക്ക് ഇങ്ങനൊരു ഫ്രണ്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛാ ഇങ്ങനൊരു ഫ്രണ്ട് വന്ന് എന്നോട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അച്ഛനതിൽ ഇടപെട്ട് മോനെ അത് നല്ല കൂട്ടല്ല, അതല്ലെങ്കിൽ ബിക്കോസ് കൂട്ടുകാരെന്ന് പറയുന്ന സമപ്രായക്കാർ മാത്രമല്ല കുട്ടികൾക്ക്. അവരെക്കാട്ടിലും വളരെ പ്രായത്തിലുള്ളവർ ഇവരെ ഈ പറഞ്ഞതുപോലെ കഴുകന്മാരെ പോലെ കുത്തിക്കൊണ്ടു പോകാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അധ്യാപകർക്ക് കണ്ടെത്താൻ കഴിയണം, കുട്ടികൾക്ക് കണ്ടെത്താൻ കഴിയണം. അധ്യാപകരെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ചും ഇവരുടെ പഠനത്തിനോടുള്ളൊരു താല്പര്യക്കുറവും മാർക്ക് കുറയുന്നതുമൊക്കെ അതെല്ലാം അതിനോടൊപ്പം, പക്ഷേ അതിനൊരു റീസൺ ഉണ്ടാവും, ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസ് സ്നേഹത്തോടുകൂടി ചോദിച്ച് മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും രക്ഷിതാക്കൾക്കൊപ്പം അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും സമയം കണ്ടെത്തിയാൽ തീർച്ചയായും കുട്ടികൾ അവരുടെ സങ്കടങ്ങൾ, അവർ പെട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ചതിക്കുഴികളുണ്ടെങ്കിൽ, ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പുറത്ത് പറയിക്കാൻ അവരോടൊപ്പം സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പറയും. അത് വാസ്തവത്തിൽ എന്തെങ്കിലും അതിനായിട്ട് പലപ്പോഴും എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് എപ്പോഴും ഒരു ഔട്ടിങ്, ഒരു ഷോർട്ട് ട്രിപ്പോ ഒരു ലോങ് ട്രിപ്പോ, അതിനകത്ത് വളരെയേറെ സൗഹൃദപരമായ രീതിയിൽ സംസാരിക്കാൻ കുട്ടികളുമായിട്ട് ഏറ്റവും നല്ലത് വീടുകളിലിരുന്നോ കാറുകളിലിരുന്നോ അല്ല, തീർച്ചയായിട്ടും മറ്റ് നല്ല ടൂറിസ്റ്റ് പ്ലേസസിലോ മറ്റ് നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലോ ഒക്കെ വർഷത്തിലൊരിക്കലല്ല, ഒരുപാട് ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പരീക്ഷ അടുക്കുമ്പോഴും ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം വേണമെങ്കിലും കുട്ടിയുമായിട്ട് സിനിമയ്ക്ക് പോവാം. ഇനിയിപ്പോൾ പൈസ ഇല്ലാത്തവർ അതിനനുസരിച്ച് പോയാലും പണത്തിൻ്റെ ഒരു പ്രശ്നം നോക്കണ്ട, കുട്ടികളുമായി കൂടുതൽ ഒന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കുക. തീർച്ചയായും അതാണ് ഇത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്, അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഈ ലോകം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ വഴി തേടി പോവുകയാണ്, അവർ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണ്. അവിടെ നമ്മളാണ് അവരെ തിരുത്തേണ്ടത്, സ്നേഹത്തോടെ തിരുത്തണം. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ അവരെ ആക്രമിക്കാതെ എന്താണതിന് കാരണമെന്ന് കണ്ടെത്തി
അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അധ്യാപകരും ഈ ഒരു ഉദ്യമത്തിൽ അവർക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലും എല്ലാ സ്കൂളുകളുമുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും. കുട്ടികളെ ശരിയായ രീതിയിൽ തിരുത്താൻ പറ്റുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. ആ രീതിയിലേക്ക് പോവുക. ഒപ്പം തന്നെ അധികാരികളും ഈ ഒരു കൃത്യമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ വഴിക്ക് കുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നവരെ കൃത്യമായി ഇടപെട്ട് അവരെ അകത്താക്കുക, നിയമ നടപടിക്ക് വിധേയമാക്കുക, അവരെ മാറ്റിക്കൊണ്ടുപോവുക. നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. ഈ ഭാവി സുരക്ഷിതമാകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ സുരക്ഷിതരായി കരുത്തരായി വളരേണ്ടതുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ ഒരു കാര്യം തിരിച്ചറിയുക, ഈ പ്രായം ഏറ്റവും എനർജി നിറഞ്ഞ സമയമാണ്. അത് ഇന്നൊവേറ്റീവായി ഉപയോഗിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ മുന്നിലേക്ക് പോകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒന്നടങ്കം നിങ്ങൾക്കൊപ്പം നിൽക്കും. നഷ്ടപ്പെട്ട പ്രണയം ഒന്നുമല്ല. നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാവിക്ക് അതിനാകണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കാനും നന്നായി പെരുമാറാനും നല്ല റെസ്പോൺസിബിളായിട്ടുള്ള സിറ്റിസൺസായി മാറാനും ശ്രമിക്കുക. ബാക്കിയെല്ലാം പിന്നീട് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യവും ആ സുഖവും ആ സന്തോഷവും അനുഭവിക്കുവാനായി നിങ്ങൾ നല്ല മക്കളായി വളരുക. അവരെ നല്ല മക്കളായി വളരുവാൻ മാതാപിതാക്കളും അനുവദിക്കുക. അധ്യാപകർ നിഷ്പക്ഷരായി നിന്നുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. അധികാരികൾ സംരക്ഷണമൊരുക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മഹത്യ എന്ന ഈ അശുഭ വാർത്തകൾ ദിവസവും കേൾക്കേണ്ടി വരില്ല. മനസ്സുമടുത്താണ് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വെച്ചത്. വിവാദ വിഷയമല്ല, ഇത് നമ്മുടെ നാടിനാവശ്യമായ വിഷയമാണ്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നന്ദി സാർ. ടോക്കിംഗ് പോയിന്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.